മെട്രിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ചില തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസത്തിലെ അന്യോന്യം മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് അതിനകത്ത് നമ്മൾ 1 പത്രോസ് 3:7 അതിലെ വലിയൊരു കാര്യം പറയുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടത്. അത് നമ്മൾ സംസാരിക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ല. ഈ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, ഒരാൾ വിദേശത്തും ഒരാൾ നാട്ടിലും. ഭാര്യ ഭർത്താക്കന്മാർ മാരേജ് ആണെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. ഭാര്യ ഭർത്താവിനോട് ചേർന്ന് വസിക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ദുർനടപ്പുണ്ടാവും എന്ന് പറഞ്ഞത് ശരിയാണ്, അതുണ്ടാവും, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ രണ്ടാമത് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞത്, ബഹുമാനം കൊടുത്ത് അന്യോന്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. ഇതെന്താണ് ഈ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും എന്ന് പറയുന്നതിൻ്റെ കാര്യം? അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നേരത്തെ ഇത് ഒരിക്കലും സൂചിപ്പിച്ചാണ്, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളൂടെ ചേർന്ന് കുടുംബ പ്രാർത്ഥന, അത് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പറയും. കുടുംബ പ്രാർത്ഥന ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം, രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കണം. ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ ആശയവ്യത്യാസവും പൊരുത്തവും സ്നേഹിക്കാൻ കഴിയാതെയും അല്ലെങ്കിൽ അൺഫോർഗീവിംഗ് ആയിട്ടുള്ള സ്പിരിറ്റിലും ഒക്കെ ഇരിക്കുമ്പോഴേ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് അന്യോന്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും വർക്കിംഗ് ആയിട്ടുള്ള സാഹചര്യത്തിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പ്രത്യേകിച്ച് ഈ IT ഫീൽഡിലുള്ള എംപ്ലോയീസിനിടയിൽ ഇപ്പം പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പലരും മാരീഡായ ഒത്തിരി പേരുടെ ലൈഫിൽ ഒരുപാട് ഡൈവേഴ്സും അതുപോലെ സ്നേഹമില്ലായ്മയും കുടുംബജീവിതങ്ങൾ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ നേരത്തെ ബ്രെഡ് ഏണർ എന്ന് പറഞ്ഞ ഹസ്ബൻഡായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് മാത്രമല്ല, വൈഫും ബ്രെഡ് ഏണറാണ്. രണ്ടുപേരും ക്രിസ്ത്യനും കൂടി ആണെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ സാലറി, അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതലോ കുറവോ വാട്ടവർ മേ ബി ആണെങ്കിൽ ഇപ്പം ഒരു ചിന്തയുണ്ട്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പറ്റും എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ വരുമ്പോഴേ വൈ ഷുഡ് ഐ സബ്മിറ്റ് എന്നൊരു ചിന്ത പലർക്കും വരുന്നുണ്ട്. ഇവിടെ അന്യോന്യം സബ്മിറ്റ് ചെയ്യണം, അവർക്ക് ബഹുമാനം കൊടുക്കണമെന്ന് പുരുഷന്മാരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സ്നേഹിക്കണമെന്നും അവരോട് പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പുരുഷന്മാർ അവരെ മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പ്രത്യേകിച്ചും അവരെ ജോലിക്ക് വിടുകയാണെങ്കിൽ, ഇപ്പം ഈ ജോലി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഫാമിലി ലൈഫിലെ ഗോൾസും വാല്യൂസും വർക്കൗട്ട് ചെയ്യുമ്പോഴേ, എസ്പെഷ്യലി അമംഗ് ക്രിസ്ത്യൻസ്, ഗോൾസും വാല്യൂസും വർക്കൗട്ട് ചെയ്യുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ടുള്ളതാണ്. അല്ലാതെ നമുക്ക് കുറേ പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്ന ഒരു ജോബ് പൈസ ആവശ്യമാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എല്ലാം ആവശ്യമാണ്, നമ്മുടെ കുടുംബജീവിതത്തിൽ ആവശ്യമാണ്. രണ്ടുപേരും വർക്ക് ചെയ്ത് ഇൻകം കൊണ്ടുവരുന്നതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അത് തന്നെയല്ല ഒരു കുടുംബജീവിതം എന്ന് പറയും. അതിൻ്റെ നമ്മുടെ അൾട്ടിമേറ്റ് മോട്ടീവ് കുറേ സമ്പാദിച്ച് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അതല്ല നമ്മുടെ ഫാമിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമുള്ളത് ദൈവത്തെ മഹത്വം കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഈ സന്തോഷത്തിന് വിഘതമായിട്ട്, എന്ന് വെച്ചാൽ ക്രിസ്തീയമായിട്ടുള്ള സന്തോഷവും സമാധാനവും കുടുംബത്തിലില്ലെങ്കിൽ എത്ര ജോലിയുണ്ടെന്ന് പറഞ്ഞാലും എത്ര ദൂരത്തിലാണെന്ന് പറഞ്ഞാലും രണ്ടുപേരും രണ്ടിടത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊന്നും യാതൊരു മീനിങ് ഇല്ല. പിന്നെ കുറച്ച് എല്ലാവരും ജീവിക്കുന്നു, നിങ്ങളും ജീവിക്കുന്നു, തട്ടിമുട്ടി പോകുന്നു എന്നതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അതിന് എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. അതുകൊണ്ട് ഹസ്ബൻഡ് വൈഫും വൈഫ് ജോലി ചെയ്യണം ജോലി ചെയ്യേണ്ട എന്നുള്ളതല്ലേ. അപ്പോൾ അത് രണ്ടുപേർക്കും ജോലി ചെയ്യാനൊന്നും കുഴപ്പമില്ല. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഫാമിലിയും നമ്മുടെ പ്രയോറിറ്റിയും ഓവർ റൂൾ ചെയ്ത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വർഷിപ്പിന് പോകാൻ പറ്റുന്നില്ല, ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിയാണ്, സൺഡേയിൽ ജോലിയാണ്. അങ്ങനെയുള്ളൊരു ജോലി ഉണ്ടെങ്കിൽ, വർഷിപ്പിന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എന്താണ് എന്ന് ചോദിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഏബിളാണെങ്കിൽ, നിങ്ങൾ കഴിവുള്ളതാണെങ്കിൽ വേറൊരു ജോലി ഉറപ്പായിട്ട് കിട്ടും. അത് ദൈവം തരും. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്, ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. സൺഡേയിൽ വർഷിപ്പിന് പോകാൻ പറ്റുന്നില്ല, കുടുംബജീവിതം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ജോലിക്ക് പോകുന്ന അങ്ങനെ ഒരു സ്ത്രീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എംബ്രിയോ ഫ്രീസിന് വേണ്ടിയല്ല പോകേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് പറയാം.
അവിടെ 50 വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞുണ്ടാവാൻ വേണ്ടിയല്ല നോക്കേണ്ടത്. അവിടെ നോക്കേണ്ടത് നമ്മൾ അതെങ്ങനെ ബാലൻസ്ഡായി പോകാം. അവിടാണ് കുറവുകൾ അന്യോന്യം ഡിസ്കസ് ചെയ്ത് പരിഹരിക്കേണ്ടത്. അവിടാണ് ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹായിക്കാം, ഭർത്താവിന് ഭാര്യയെ സഹായിക്കാം. എങ്ങനെയാണെന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് കണ്ടുപിടിക്കണം. അതിനുടനെ തന്നെ എൻ്റെ കരിയർ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഭർത്താവിനേക്കാളും കൂടുതൽ എനിക്ക് കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഐ വിൽ ഗോ ഫോർ ഡൈവേഴ്സ്, ഐ കനോട്ട് കോംപ്രമൈസ് എന്നുള്ളൊരു ചിന്തയല്ല അവിടെ വരേണ്ടത്. അതിന്ന് പല ഡൈവേഴ്സിനും കാരണമായി തീരുന്നുണ്ട്. കരിയർ ഫാമിലിയേക്കായും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാൽ ഇന്ന് പല ഫാമിലികളിലും ഡൈവേഴ്സിലേക്ക് വരുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളത് നമ്മൾ ആ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ സംസാരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് അന്യോന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊരിക്കലും മുടക്കം വരരുത്. കാരണം രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിനകത്ത് ദൈവം നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. 2 പേര് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2 or 3 പേർ, അതാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നുമല്ല, അതിന് വലിയ എഫക്റ്റ് ഉണ്ട്. അത് പിശാചിനറിയാം. അതുകൊണ്ട് ആ പിശാച് അത് ഡൈവേഴ്സ് ആക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് ഇനി അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കയറുകയാണ്. ദാറ്റ് ഈസ് സെർവ് വൺ അനദർ, അന്യോന്യം കരുതുക. റോമർ 15:1 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് സാധാരണയുള്ളവരെ ഉദ്ദേശിച്ചല്ല, ഭാര്യ ഭർത്താക്കന്മാരെ ഉദ്ദേശിച്ചല്ല, സാധാരണയുള്ള ജനറലി ബിലീവേഴ്സ്, വിശ്വാസികളെ ഉദ്ദേശിച്ചാണ്. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനങ്ങളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയുമാണ്. അശക്തരായിട്ടുള്ളവരുടെ ബലഹീനതകളെ ചുമക്കണം, മറ്റുള്ളവരെ കരുതണം. ശക്തരായ നാം അശക്തരെ താങ്ങണം, അന്യോന്യം പ്രസാദിപ്പിക്കണം. എല്ലാ മനുഷ്യർക്കും ആവശ്യങ്ങളുണ്ട്. ഓൾ മാൻ, ഓൾ വിമൻ ഹാവ് നീഡ്സ്. മറ്റേ ആളുടെ ആവശ്യം മനസ്സിലാക്കി അത് നിറവേറ്റുന്നതിലാണ് സന്തോഷം കണ്ടുപിടിക്കേണ്ടത്. ഇത് മാരേജ് ലൈഫ് മാത്രമല്ല, അല്ലാത്തതിലും. ഈ ലോകത്തിൽ വിവാഹം കഴിക്കുന്ന എല്ലാവരും എൻ്റെ ആവശ്യം നിറവേറ്റുക എന്നുള്ള രീതിയിലാണ് വിവാഹം കഴിക്കുന്നത്. എന്നുവെച്ചാൽ ഒരാളിനെ കിട്ടുക എന്ന് വെച്ചാൽ എപ്പോഴും ഡിമാൻഡ് ചെയ്യുക, എനിക്ക് കിട്ടണം എന്നുവെച്ചാൽ നീ എനിക്ക് തരണം. ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് നീ എനിക്ക് തരണം, ഐ വാണ്ട് യുവർ സർവീസ്, നിൻ്റെ സർവീസ്, നീ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരണം, എൻ്റെ അമ്മയെ നോക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, ദാറ്റ് ഈസ് യുവർ റെസ്പോൺസ്, തരണം തരണം തരണം, ഡിമാൻഡിങ്. എന്നാൽ വിശ്വാസികളുടെ പ്രമാണം അങ്ങനെയല്ല, ദൈവത്തിൻ്റെ പ്രമാണം അങ്ങനെയല്ല. മറ്റൊരു ദൈവ പൈതലിൻ്റെ ആവശ്യം നിറവേറ്റണം. മീറ്റ് ദ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് അതർ പേഴ്സൺ. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യുവർ നീഡ് ആൾസോ വിൽ മെറ്റ്. നിൻ്റെ ആവശ്യവും മറ്റുള്ളൊരു ആവശ്യം മീറ്റ് ചെയ്യുമ്പോഴേ നിൻ്റെ ആവശ്യം മീറ്റ് ചെയ്യും. ഭാര്യയുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് മാനസിക ആത്മീയ ആവശ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞാണ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, ലവ്, കരുതപ്പെടുന്നു എന്നുള്ള ആവശ്യങ്ങളാണ്. അത് നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളുടെ മാനം, ഭർത്താക്കന്മാരെ സംബന്ധിച്ച മാനം, ഹെഡ്ഷിപ്പ്. ഭാര്യമാർ ഭർത്താക്കന്മാരെ മാനിക്കും. കാരണം നിങ്ങളുടെ ഭാര്യമാരുടെ ആവശ്യങ്ങളെല്ലാം ഭർത്താവ് റെസ്പോൺസിബിലിറ്റി എല്ലാം ചെയ്യുകയാണ്. അത് ചെയ്യുമ്പോഴേ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുകയും അതുപോലെ അവരെ മാനിക്കുകയും ചെയ്യും, അവരെ സ്നേഹിക്കുകയും ചെയ്യും. കർത്താവാണ് നമ്മുടെ മാർഗരേഖ. മർക്കോസ് 10:45 പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു വന്ന് ശുശ്രൂഷിപ്പാൻ, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും, ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാൻ. അതുകൊണ്ട് വൈ ഡു മാരേജിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന്. എൻ്റെ കാര്യങ്ങളെ തരപ്പെടുത്താൻ അല്ലെങ്കിൽ നടത്തപ്പെടുത്താനല്ല ഞാൻ ചെയ്യുന്നത്, മ്യൂച്വലി ലേയിങ് ഡൗൺ ഫോർ ദ റൈറ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് അതർ. അന്യോന്യം മറ്റുള്ളവരുടെ ആവശ്യവും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി അന്യോന്യം സേവിക്കുന്ന, സെർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാരേജ് എന്ന് പറയുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഈ കൊടുക്കുക, നമ്മൾ ഗീവ് ചെയ്യുക എന്നുള്ളതാണ് മാരേജിലെ പ്രിൻസിപ്പിൾ. അല്ല എടുക്കുക എന്നുള്ളതല്ല, കൊടുക്കുക എന്നുള്ളതാണ്. ടു ഗീവ്, നോട്ട് ടു റിസീവ്. ഓട്ടോമാറ്റിക്കായിട്ട് റിസീവ് അതിനോടുണ്ടാവും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റാനായിട്ടല്ല, എൻ്റെ ആവശ്യങ്ങളെ ബലി കഴിച്ചാലും എൻ്റെ സ്പൗസിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ള
ആ ഒരു സ്നേഹം, ആ ഒരു സെർവിങ് മെൻറ്റാലിറ്റി വരുമ്പോഴേ ആ സ്നേഹം അന്യോന്യം ബലപ്പെടും. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വീട്ടിൽ അന്ന് ഈ അരിയൊക്കെ കുറവാണ്. അരി കുറവായിരുന്നല്ലോ. പിന്നല്ലേ ഈ 1960-കളിലൊക്കെ അരി കുറവാണ്. അന്നത്തെ മുദ്രാവാക്യം വരെ അതല്ലേ, അരി എവിടെ, പറയൂ പറയൂ സർക്കാരെ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. അന്ന് കുറവായിരുന്നു, അരിയൊക്കെ കുറവായിരുന്നു. പിന്നല്ലേ ഗ്രീൻ റവല്യൂഷനൊക്കെ വന്ന് ഈ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ഉണ്ടായത്. അന്ന് അല്പം അരിയേ കാണുള്ളൂ. അതിട്ടിട്ട് ഇവർ കഞ്ഞി പോലൊക്കെ വെച്ചിട്ടാണ് ആൾക്ക് കൊടുക്കുന്നത്. കൂടുതലും ഈ കിഴങ്ങ് പുഴുങ്ങിയ സാധനങ്ങളുണ്ട്, ഒരുപാട് ചേന, കിഴങ്ങ് ഇങ്ങനെയൊക്കെ പുഴുങ്ങിയ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അന്നേരം ഇതിങ്ങനെ ഓരോരുത്തർക്ക് വരും, വീട്ടിൽ വരുന്ന ഗസ്റ്റിനും എല്ലാം ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കൊടുത്ത് അമ്മച്ചിക്ക് അവസാനം ഒന്നും കാണത്തില്ല. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അമ്മച്ചിക്ക് കഴിക്കാൻ ഒന്നും കാണത്തില്ല. കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് വിശപ്പടക്കി അമ്മച്ചി, പണ്ടത്തെ ആൾക്കാരുടെ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വേറൊരാൾക്ക് കൊടുക്കുന്നതിൽ കൂടി സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയാണ്. സ്ത്രീകൾക്ക് അങ്ങനെ വലിയൊരു സന്തോഷ സ്വഭാവമുണ്ട്. അത് സ്ത്രീകൾക്കുള്ളൊരു വലിയ നേച്ചറുമാണ്, നല്ലൊരു നേച്ചറുമാണ് കൊടുക്കുക. എന്നാൽ ഇന്ന് അതൊന്നും അറിയത്തില്ല. ബ്രോയിലർ സംസ്കാരം പോലെ വളർന്നു വന്നിരിക്കുന്നതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഇങ്ങനെ കൊടുക്കുന്ന കാര്യം. ഇന്നിപ്പോൾ എന്താണ് പറയുന്നത്, അതിനൊന്നും പാടില്ല, ഇപ്പോഴേ നമുക്ക് ഫണ്ട്സൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ അതിനൊന്നും പ്രയാസമില്ല. സ്വിഗ്ഗിയിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റത്തെ സാധനം വരും, നമുക്ക് പട്ടിണി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കൽ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കാട്ടിൽ മഴയില്ലാതെ ഇരുന്ന സമയം ഭയങ്കര ഡ്രൗട്ടുണ്ടായി. 2 ആനകൾ, ഭാര്യയും ഭർത്താവുമാണ്, ആനയാണ്. അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ദാഹം. അവരിങ്ങനെ തേടി നടന്ന് അവസാനം അല്പം വെള്ളം കണ്ടുപിടിച്ചു. 2 പേരും അന്യോന്യം, ഇത് കഥയാണ് കേട്ടോ, ഇതിനകത്ത് 2 പേരും ആർഗ്യൂ ചെയ്തു, നീ ആദ്യം കുടിക്ക്. പക്ഷേ വിജയിച്ചില്ല. ആരും കുടിക്കത്തില്ല, കുടിക്കാൻ നിൽക്കുക. ഭാര്യ പറയുന്നു ഭർത്താവ് കുടിക്കട്ടെ, ഭർത്താവ് പറയുന്നു ഭാര്യ കുടിക്കട്ടെ. അവസാനം 2 പേരും തീരുമാനിച്ചു, അങ്ങനെയെങ്കിൽ നമുക്ക് 2 പേർക്കും ഒരുമിച്ച് കുടിക്കാം എന്ന് പറഞ്ഞു. 2 പേരും തുമ്പിക്കൈ ഇങ്ങനെ ഇട്ടു. കുറച്ച് വെള്ളമേ ഉള്ളൂ, തുമ്പിക്കൈ ഇട്ടു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും വാട്ടർ ലെവൽ താഴോട്ട് വരുന്നില്ല, അതുപോലെ നിൽക്കുകയാണ്. കാരണം 2 പേരും കുടിക്കുന്നില്ല. ഒരാൾ ചിന്തിച്ചു മറ്റേയാൾ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു, മറ്റേയാൾ വിചാരിച്ചു ഇയാൾ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അന്യോന്യം കരുതുകയാണ് ഭാര്യ ഭർത്താവ്. മൈ വൈഫ് ഹാസ് നീഡ്സ്, ഐ ആം കമ്മിറ്റഡ് ടു മീറ്റ് ഹെർ നീഡ്സ്. അതുപോലെ മൈ ഹസ്ബൻഡ് ഹാസ് നീഡ്, ഐ ആം കമ്മിറ്റഡ് ടു മീറ്റ് ഹിസ് നീഡ്സ്. അന്യോന്യം കരുതുന്ന അനുഭവം, ഇത് ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അവിടെയാണ് സ്നേഹം ഡെവലപ്പ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ അറിയണം, അറിഞ്ഞു കഴിയുമ്പോൾ അന്യോന്യം കരുതുക. അവിടെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ. കഴിഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് അന്യോന്യം നമ്മൾ കരുതണം എന്നുള്ള, കഴിഞ്ഞ പോയിന്റിൽ അന്യോന്യം മനസ്സിലാക്കുക എന്നുള്ള പറഞ്ഞ് അന്യോന്യം കരുതുക. ഈ കരുതുന്നതിനകത്ത് മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അന്യോന്യം നമ്മൾ മനസ്സിലാക്കി കരുതണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭവനത്തിലുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഇൻവോൾവ് ആയിരിക്കും. അപ്പോഴേ അത് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരത് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഫാമിലിയിലുള്ള പല വാഗ്വാദങ്ങളും ഇഷ്യൂസും സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ക്വാറൽ ചെയ്യുമ്പോഴേ, അന്യോന്യം വഴക്കുണ്ടാക്കുമ്പോഴേ ഇതെല്ലാം കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും വേറൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡലായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിത്തീരുമ്പോൾ അവർ അന്യോന്യം കരുതുകയും സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത്, കുഞ്ഞുങ്ങളും ഇത് കണ്ട് പഠിക്കുകയും വളരുകയും ചെയ്യുകയാണ്. അത് വലിയൊരു അനുഭവമാണ് അന്യോന്യം കമ്മിറ്റ്മെൻറ്റോടെ ഇരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ എൻ്റെ എപ്പിസോഡിലൂടെ നിർത്തുകയാണ്. തുടർന്ന് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ കഴിഞ്ഞ ഈ പ്രിൻസിപ്പിൾസ് പറഞ്ഞ 3 പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. നമ്മൾ 3 പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അക്സെപ്റ്റ് വൺ അനദർ, രണ്ടാമത് പറഞ്ഞ അണ്ടർസ്റ്റാൻഡ് വൺ അനദർ, മൂന്നാമത് നമ്മൾ പറഞ്ഞ സെർവ് വൺ അനദർ. തീർച്ചയായും ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന്, നമ്മുടെ ഇഷ്യൂസിനെ സെറ്റിൽ ചെയ്യുന്നതിന് ഇത് നമ്മളെ സഹായിക്കും. ദൈവവചനത്തിൽ നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞല്ലോ, കർത്താവാണ് നമുക്ക് മാർഗ്ഗരേഖ. അവൻ വന്നത് ശുശ്രൂഷ ഏൽക്കാനായിട്ടല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ,
ഇത് കണ്ടുകൊണ്ടെന്ന് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ശക്തമായി തീരുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഈ ചിന്തകൾ ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യോന്യം സെർവ് ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. സ്പൗസിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സെർവ് ചെയ്യുവാനായിട്ട് കർത്താവെ അത് ഫുൾഫിൽ ചെയ്യുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്ന് വാച്ച് ചെയ്യണം. നമ്മളെ പ്രിൻസിപ്പിൾസ് പറയുന്നത് നമ്മളെ കുടുംബജീവിതത്തിലെ കോൺഫ്ലിക്റ്റുകളെ വരുമ്പോൾ അതിനെ സക്സസ്ഫുള്ളായിട്ട് വിൻ ചെയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കും. ഇത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താൽ അവരും അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.